Good morning everyone. Today we will be discussing about zeros of sin z and cos z, which comes under the topic trigonometric functions. A zero of a given function f of z is a number z0 such that f of z0 is equal to 0. ആദ്യം നമുക്ക് sin z ന്റെ 0 കാണാം. We know that sin z is equal to 1 by 2i into e raised to iz minus e raised to minus iz. ഇതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഈ 2iനെ ഇവിടേക്ക് എടുക്കുമ്പോൾ 0 ആവും. അതേപോലെ രണ്ട് ഭാഗത്തും ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇ റേസ് ടു ഐ സെഡ് ഹോൾ സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൾ ടു 0 എന്ന് കിട്ടും. ഈ -1 ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ +1 ആവും. അപ്പോൾ ഇ റേസ് ടു ഐ സെഡ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൾ ടു 1 വിച്ച് എംപ്ലൈസ് ഇ റേസ് ടു ഐ സെഡ് ഇസ് ഈക്വൾ ടു +or-1. ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ, അതായത് മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ സെഡ് ഇസ് ഈക്വൾ ടു, നമുക്കറിയാം z എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ വിൽ ബി ഈക്വൽ ടു -y പ്ലസ് ഐ എക്സ്. അപ്പോൾ മോഡുലസ് ഓഫ് ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് ഐ എക്സ് എന്ന് കിട്ടും. അതിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് എന്ന് എഴുതാം. ഈ ഇ റേസ് ടു ഐ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ്. അപ്പോൾ മോഡുലസ് ഓഫ് ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഈ മോഡുലസ് ഓഫ് കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. മോഡുലസ് ഓഫ് ഇ റേസ് ടു മൈനസ് വൈ എന്ന് പറയുന്നത് വെറും ഇ റേസ് ടു മൈനസ് വൈ. ആൻഡ് വി നോ ദാറ്റ് ഇ റേസ് ടു ഐ സെഡ് ഇസ് ഈക്വൽ ടു +or-1. അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ +or-1ൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് +1 ആയിരിക്കും. അതായത് ഇ റേസ് ടു മൈനസ് വൈ ഇസ് ഈക്വൽ ടു +1. അപ്പം വൈക്ക് എന്ത് വാല്യൂ കിട്ടിയാലാണ് ഇ റേസ് ടു മൈനസ് വൈ 1 ആയി കിട്ടുക? വൈക്ക് 0 കിട്ടിയാലേ ഇ റേസ് ടു മൈനസ് വൈ 1 ആയി കിട്ടുള്ളൂ. അപ്പോൾ therefore which implies y is equal to 0. നമ്മൾ ഇ റേസ് ടു ഐ സെഡിൻ്റെ ആർഗ്യുമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർഗ്യുമെൻറ്റ് ഓഫ് ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് ഐ എക്സ് എന്ന് കിട്ടും, which is equal to argument of e raised to minus y into cos x plus i sin x. ഇതിനെ ഈ ആർഗ്യുമെൻറ്റ് ഓഫ് ഇ റേസ് ടു മൈനസ് വൈ കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് ആണല്ലോ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് രണ്ട് സ്ഥലത്തും ഇ റേസ് ടു മൈനസ് വൈ കോമൺ ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് വൈ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് വൈ കോസ് എക്സ്. e raised to minus 5 e raised to minus 5 cancel out. Sin x by cos x is equal to tan x. അപ്പോൾ tan inverse of tan x which will be equal to x. ഇത് മനസ്സിലായില്ലേ? ആർഗ്യുമെൻറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് tan inverse of y by x ആണ്. അപ്പോൾ ഇതിൽ y പാർട്ട് എന്ന് പറയുന്നത് sin xും x പാർട്ട് എന്ന് പറയുന്നത് cos xും ആണ്. അപ്പോൾ e raised ഇതിൽ രണ്ടിലും കോമൺ ആണ്. അപ്പോൾ tan inverse of e raised to minus y into sin x divided by e raised to minus y cos x. e raised to minus y cancel out. sin x by cos x എന്ന് പറയുന്നത് tan x, tan inverse of tan x, x. Okay, so hence when e raised to i z is equal to 1, അപ്പോൾ x is equal to argument of 1 എന്ന് കിട്ടും. argument of 1 എന്ന് പറയുന്നത് എന്താണ്? 2n pi, where n is equal to 0, +or-1, +or-2 and so on. അതുപോലെ തന്നെ വെൻ ഇ റേസ് ടു ഐ സെഡ് ഇസ് ഈക്വൽ ടു -1, എക്സ് ഇസ് ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഓഫ് -1. ആർഗ്യുമെൻറ്റ് ഓഫ് -1 എന്ന് പറയുന്നത് പൈ പ്ലസ് 2n പൈ, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 2n plus 1 pi, where n is equal to 0, +or-1, +or-2 etc. Therefore ഈ 2n pi എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ്, 2n plus 1 pi എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് രണ്ടിൻ്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് n pi എഴുതാം, അതായത് എല്ലാ നമ്പേഴ്സും. സോ എക്സ് ഇസ് ഈക്വൽ ടു n pi. എക്സ് ഇസ് ഈക്വൽ ടു n pi എന്ന് പറയുമ്പം ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആവും. സോ z ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് n pi ആയിരിക്കും. Therefore zeros of sin z are z is equal to n pi, where n is equal to 0, +or-1, +or-2 etc.
അതുപോലെ തന്നെ നമുക്ക് cos z is equal to 0 എന്നും ചെയ്ത് നോക്കാം. cos z is equal to 0 which implies cos zൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ്. അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇ റേസ് ടു ഐ സെഡ് ഹോൾ സ്ക്വയർ പ്ലസ് 1 കിട്ടും. ഈ പ്ലസ് 1നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പം ഒരു -1 വരും. ഇ റേസ് ടു ഐ ഇ റേസ് ടു ഐ സെഡ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1. ഈ സ്ക്വയർ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ആവും. റൂട്ട് ഓഫ് -1 വിൽ ബി ഐ. ഇ റേസ് ടു ഐ സെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. സിൻസ് മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ സെഡ് ഇസ് ഈക്വൽ ടു നേരത്തെ ചെയ്തതുപോലെ നമ്മൾ സെഡിനെ എക്സ് പ്ലസ് ഐ വൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് ഐ എക്സ് കിട്ടും, വിച്ച് വിൽ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് വൈ. ഇ റേസ് ടു ഐ സെഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂസ് പ്ലസ് ഓർ മൈനസ് ഐ, വിച്ച് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ സെഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് പ്ലസ് ഓർ മൈനസ് ഐ, which again implies e raised to minus y is equal to 1, which again implies y is equal to 0. Argument of e raised to I z കാണാം, അതാണ് x നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. Hence when e raised to I z is equal to I, അതായത് പോസിറ്റീവ് ഐ ആവുമ്പോൾ x is equal to argument of positive argument of ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5/2 പ്ലസ് 2n/n, where n is equal to 0, plus or minus 1, plus or minus 2, etc. When e raised to I z is equal to minus I, അതായത് x is equal to argument of minus I എന്ന് പറയുന്നത് minus 5/2 plus 2n plus minus 5/2 plus 2n/. ഇതിന് നമ്മൾ മാറ്റി എഴുതിയാൽ 2n minus 1 pi plus 5/2 എന്ന് കിട്ടും. Therefore x is equal to pi/2 plus 2n. Therefore x is equal to pi/2 plus n/, ആയിരിക്കും. അതായത് 2n plus 1 pi/2. അതായത് ഇവിടെ ഈവൻ നമ്പേഴ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ ഇവിടെ ഓഡ് നമ്പേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈവൻ പ്ലസ് ഓഡ് ആയിട്ട് നമുക്ക് 2n plus 1 pi/2 ഉണ്ട്. സോ z is equal to x plus iy is equal to 2n plus 1 pi/2, where n is equal to 0, plus or minus 1, plus or minus 2, etc. Therefore zeros of cos z are z is equal to 2n plus 1 pi/2, where n is equal to 0, plus or minus 1, plus or minus 2, etc.